സ്കോക്ക് അവിഹിതം. ഡയറക്ടർ സെന്ന ഹെഗ്ഡെ, നമ്മുടെ പൂജ ഹെഗ്ഡെനെ പോലെ മറ്റൊരു ഹെഗ്ഡെ. ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ അറിയാലോ, തിങ്കളാഴ്ച നിശ്ചയം, 1744, വൈറ്റ് ആൾട്ടോ, ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചാക്കോച്ചൻ അഭിനയിച്ച പത്മിനി എനിക്ക് വെക്കാത്ത പടമാണ്. ബട്ട് സ്റ്റിൽ ചാക്കോച്ചൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. ഇദ്ദേഹം മറ്റേ ബോർഡർ, കർണാടക ബോർഡർ, മറ്റേ കാസർഗോഡ് യൂണിവേഴ്സിറ്റിയിലെ യൂണിവേഴ്സ് ഉള്ള ആളാണ്. മറ്റേ ബാലകൃഷ്ണ കോമൺസോഡ് ടീമുണ്ടല്ലോ, നമ്മുടെ രാജേഷ് മാധവൻ, അങ്ങനത്തെ പരിപാടികൾ, മറ്റേ കുഞ്ഞികൃഷ്ണൻ. പക്ഷേ രാജേഷ് മാധവന് കുഞ്ഞികൃഷ്ണൻ ഇതിനകത്തില്ല. DOP 2 പേരുണ്ട്, ശ്രീരാജ് രവീന്ദ്രൻ, രമേഷ് മാത്യൂസ്, എഡിറ്റർ സനത്ത് ശിവരാജ്. ഈ DOPസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലെ സിനിമറ്റോഗ്രാഫി ടെക്നിക്കലി ഇത് അങ്ങനെ ഭയങ്കര നോട്ട് ടു ഗുഡ്. പലപ്പോഴും ഷോർട്ട് ഫിലിം ലെവലിലുള്ള പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്രേഡിംഗ് ഒക്കെ വളരെ മോശം, ഭയങ്കര മോശം ഗ്രേഡിങ്. പിന്നെ ഫോക്കസ് ഔട്ട്, ഫോക്കസ് പുള്ളി, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ മൊത്തം പ്രശ്നമാണ്. പക്ഷേ ഈ പടം ഇതൊന്നല്ല പടം. ഈ പടം ഇങ്ങനെ ഭയങ്കര രസമാണ്. സിംഗ് സൗണ്ടാണ് ആദർശ് ജോസഫ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത് ശ്രീരാഗ് സജി. സ്കോർ നല്ല പരിപാടിയായിരുന്നു. എസ്പെഷ്യലി ഇതിലെ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതായത് ഒരു ത്രില്ലർ പടം കാണുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു ത്രില്ലുണ്ടല്ലോ. ത്രില്ലർ പടം കാണുമ്പോൾ, എല്ലാ ത്രില്ലർ പടം കാണുമ്പോൾ ത്രില്ലർ കിട്ടൂല എന്നല്ല, ത്രില്ലർ എന്ന ജോൺറയിൽ ഇറക്കിയിട്ട് ത്രില്ല് കിട്ടാത്ത പടങ്ങളില്ലേ, അതുപോലെയല്ല. ഭയങ്കര ഒരു നൈറ്റ് സീൻസിലൊക്കെ സ്കോർ കൊടുത്തിരിക്കുന്നത് ഭയങ്കര മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര മൂഡ്, ശരിക്കും പേടിയോ. അതിൽ സെന്ന ഹെഡ്ഗെ ചെയ്തതിനപ്പുറത്തേക്ക് ഇതിൻ്റെ സ്കോറിങ് കൂടെ പരിപാടി കൂടെ വരുമ്പോഴുണ്ടാവുന്നൊരു മൂടാണ് അത് കറക്റ്റ് പടം കണ്ടാൽ മനസ്സിലാവും തിയേറ്ററിൽ. പിന്നെ ചില സ്ഥലത്തൊക്കെ പെരുക്കിയിട്ടുമുണ്ട്, പക്ഷെ ഓവർ പെരുക്കലില്ല, പക്ഷെ എന്നാലും ഒരു മിഡ് റേഞ്ചിൽ പെരുക്കി വിട്ടിട്ടുണ്ട്. പടത്തിൻ്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു അവിഹിതം പിടിക്കാൻ നടക്കുന്ന കുറച്ച് നാട്ടുകാർ, അവിടെയുള്ള നാട്ടുകാർ. അപ്പോൾ ടിപ്പിക്കൽ കാസർഗോഡ് സ്ലാങ്, അപ്പോൾ സിറ്റുവേഷണൽ കോമഡിയാണ്. പിന്നെ ഇതിലെ ആക്ടേഴ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ജീവിക്കുക, അവർ ആക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല, ക്യാമറ വെച്ചായിട്ട് മനസ്സിലാവില്ല. കാരണം അത്രയും മികച്ച കാസ്റ്റിങ്. അത് ഞാൻ പറഞ്ഞില്ലേ മുമ്പ്, ഈ ബാലകൃഷ്ണ കോമൺസോഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും മറ്റേ കുഞ്ചാക്കോൻ്റെ പടത്തിൽ നമ്മൾ കണ്ടല്ലേ, അത് കുറേ ആൾക്കാരെ ജൂനിയറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരെ എടുത്തിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് അങ്ങ് അവരെയും വിടുക. അപ്പോൾ അതിൽ കിട്ടുന്നൊരു സാധനമുണ്ട്, അത് കറക്റ്റ് ഇതിൽ കിട്ടും. ഭയങ്കര നാച്ചുറൽ, അതായത് ആ സ്ലാങ്ങിലുള്ള കോമഡി. പിന്നെ ഈ ഇവർ ഭയങ്കര വ്യക്തന്മാർ ഈ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിൽ. അതായത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന് പ്രത്യേകത ഉണ്ട്. അതിൽ ചില വാക്കുകൾ നമ്മൾ ഈ മലയാളമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കോമഡി വർക്കൗട്ടാവും. ഇതിലങ്ങനെ കുറേ ഉണ്ട്. അതായത് സാധാരണക്കാരങ്ങനെ ഇംഗ്ലീഷ് പറയൂലല്ലോ, അവർക്ക് ഇംഗ്ലീഷ് കൃത്യത അറിയാത്തതുകൊണ്ടാണ് വാക്കുകൾ വൊക്കാബുലറി കുറവായിരിക്കും. പക്ഷേ ഇവരിങ്ങ് പറയും. അങ്ങനെ കുറേ പടത്തിലുണ്ട്. ഇപ്പം ഇതിലങ്ങനെ പറയാണ്. ഇപ്പോൾ ഇതിലൊരു അമ്മ കഥാപാത്രം, അവർ പറയണം, നീ ചെക്കൗട്ടാണോ, ചെക്കിന്നായോ, എൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പറയാം. അങ്ങനെ കുറേ ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ഭാഷയിലെ വാക്കുകൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ട് കോമഡി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാജിക് ഉണ്ട്. അത് ഇതിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. കുറേ വാക്കുകളുണ്ട്. സിനിമയുടെ ഓപ്പണിംഗ് മുതൽ പിന്നെ ആദ്യത്തെ കുറേ ഭാഗം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ അഖിലേഷ് ഏട്ടനാണ്, ഉണ്ണിരാജ്. അപ്പോൾ പുള്ളി ഒരു ടൈലറായിട്ടാണ്. ഭയങ്കര കോമഡി കഥാപാത്രം. അളവെടുക്കുന്ന, അളവിനെക്കുറിച്ച് സംസാരിക്കുന്ന, അളവ് തെറ്റിപ്പോകുന്ന ഒരാളായിട്ട് കിടിലം പെർഫോമൻസാണ് ഉണ്ണിരാജ്. പിന്നെ നമ്മളെ വിനീത് ചാക്യാറുണ്ട്, കിടു നല്ല പെർഫോമൻസ്. പിന്നെ നമ്മളെ ഗുണ്ടില്ലേ വീഡിയോസ് ചെയ്യുന്നത്, അതിലെ അജിത്ത് പുന്നാട്, പുള്ളി നല്ല കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അത് സാധാരണ ഗുണ്ടിലൊക്കെ ഉള്ള പോലെ തന്നെ നാച്ചുറലായിട്ട്. പുള്ളിയുടെ കൂടെ ഉള്ള ഒരാളുണ്ട് നിജിത്ത് നെട്ടൂരാൻ. പുള്ളി പക്ഷേ ഇതിൽ സിനിമയിൽ അഭിനയിച്ചില്ല, പക്ഷേ സിനിമയ്ക്കകത്തുള്ള സീരിയലിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ധനേഷ് ചെയ്ത ക്യാരക്ടർ, അടിപൊളി ക്യാരക്ടറാണ്. പുള്ളി ഭയങ്കര കോമഡിയാണ്, ത്രൂ ഔട്ട് ഉണ്ട് പടത്തിൽ. പുള്ളി മറ്റേ കത്തിയിലെ ഒരു സീനിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യണതിൻ്റെ പൊന്നും, അത് അന്യ പരിപാടിയായി പോയി. കത്തിയിൽ മറ്റേ മുരുകദോസിൻ്റെ കത്തി ഉണ്ടല്ലോ, അതിൽ വിജയ് നിൽക്കുമ്പോൾ തന്നെ പുള്ളി നിൽക്കണത്, പോസ്റ്ററിൽ നിൽക്കും പോലെ. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ റൂട്ട് മാപ്പ് കാണിക്കണ്ടല്ലോ, മനോരമയിലൊക്കെ വരുന്ന പോലത്തെ, എങ്ങനെ അവിടെ വീട്, ഇവിടെ അത് അവിടെ വാട്ടർ ടാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ അടിയിലേക്ക് നമ്മൾ നോക്കുമല്ലോ, മേശേൻ്റെ അടിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ കാണിക്കുമല്ലോ ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ പറയാം അത് ഇതിലില്ലാന്ന്. അത് പടം കണ്ടാലേ മനസ്സിലാവും. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ കോമഡി, ചൊറിയണയുടെ കോമഡി. പിന്നെ പറയാണ് ഇത് കളിമുറി അല്ല കുളിമുറി. അങ്ങനെ സിറ്റുവേഷണൽ കോമഡി ഒരിക്കലും നമുക്ക് പറഞ്ഞിട്ട് വേറെ ആളെ ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ആ സിറ്റുവേഷനിൽ മാത്രമേ വെക്കാവുള്ളൂ, അപ്പോഴേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് റിവ്യൂവിൽ പറഞ്ഞിട്ട് കാര്യമില്ല സിറ്റുവേഷണൽ കോമഡി. പിന്നെ രഞ്ജി എന്ന് പറയുന്ന ആൾ ചെയ്ത ക്യാരക്ടർ, ഒരു വിഷക്കോൽ പാപ്പി ക്യാരക്ടർ. പുള്ളിയാണ് പ്രശ്നം മൊത്തം സ്ഥലത്ത് ഉണ്ടാക്കുന്നത്. കറക്റ്റ്
കംപ്ലീറ്റ് രാജേഷ് മാധവന് ടൈലർ മെയ്ഡ് റോളാണ്. ടൈലർ മെയ്ഡ് റോൾ ഫോർ രാജേഷ് മാധവൻ. പിന്നെ പുള്ളി ഇപ്പോൾ കുറച്ച് അത്യാവശ്യം റേഞ്ച് ആയല്ലോ. പിന്നെ പുള്ളി കൂടി ഇതിൻ്റെ കുറച്ചുകൂടെ ഒരു മാർക്കറ്റ് വാല്യൂ കൂടിയാണ് രാജേഷ് മാധവൻ ഉണ്ടെങ്കിൽ. കാരണം അറിയാലോ, പുള്ളി ഇസ് എ ബ്രാൻഡ്. പക്ഷേ ഇദ്ദേഹം നന്നായി ചെയ്തിട്ടുണ്ട്. രാകേഷ് ഉഷാർ ചെയ്ത ഒരു ഭർത്താവ്, ഒരു ആശാരി, ഒരു പുള്ളിയുടെ കഥാപാത്രം, നല്ല അഭിനയം, സറ്റിലായിട്ടുള്ള നാച്ചുറൽ അഭിനയം. ഒരു നമ്മുടെ സന്തോഷ് കിയാറ്റൂർ ലൈറ്റ് എന്നൊക്കെ പറയാം, കാണാതെ പോലെ ഉണ്ട്. വൃന്ദാ മേനോൻ, അനീഷ് ചെമ്മരത്തി, ഉണ്ണികൃഷ്ണൻ പരപ്പ, വിജിഷ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. വൃന്ദാ മേനോൻ്റെ ക്യാരക്ടറൊക്കെ നായിക എന്ന് തന്നെ പറയാം. ത്രൂ ഔട്ടുള്ള ക്യാരക്ടറാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അയ്യയ്യേ നിർമ്മലെ എന്ന് പറഞ്ഞ സോങ് ഉണ്ട്, നൈസ് സോങ് ആയിരുന്നു. പിന്നെ ജഗദീര മെറ്റസുണ്ടല്ലോ, അത്തിപ്പാറ അമ്മച്ചി, ഇതിൽ അത്തിപ്പാറ അമ്മ, അങ്ങനെ അത് റൂട്ടുണ്ട്, കാസർഗോഡ് കൾച്ചറായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതായത് ഇങ്ങനെയുള്ള ഒരു പടമൊക്കെ എടുക്കാൻ പണിയറിയുന്ന ഒരാൾ മതി. ഒരുപാട് ബജറ്റ് വേണ്ട, റെപ്യൂട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് വേണ്ട, ഒന്നും വേണ്ട. പണി അറിയുന്ന ഒരാൾക്ക് ഒരു കോണ്ടൻറ്റ്, ഒരു സ്റ്റോറി ലൈൻ, അത് എക്സിക്യൂട്ട് ചെയ്യുക, അത് മനോഹരമായിട്ട് അവതരിപ്പിക്കുക. അധികം സമയം വേണ്ട, 2 മണിക്കൂർ താഴെയുള്ളൂ. സിമ്പിളായിട്ട് നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റിയ സിനിമ. പക്ഷേ ഇതിൻ്റെ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ അവിഹിതത്തെ ജസ്റ്റിഫൈ ചെയ്യാം. അത് ഞാൻ അഗ്രി ചെയ്യില്ല. അവിഹിതം ഈസ് അവിഹിതം. അത് ആര് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചീറ്റിംഗ് ഈസ് ചീറ്റിംഗ്. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ അത് പറയുക. അല്ലാതെ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തുനിന്ന്, എൻ്റെ ഭാര്യയുടെ അടുത്തുനിന്ന് ഇത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ലവറിൻ്റെ അടുത്ത് ഇത് കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് ഇടയിൽ കൂടെ ഉണ്ടാക്കാൻ നിൽക്കരുത്. സേ ഇറ്റ് ഓൺ ദ ഫേസ്, മുഖത്തോക്കി പറയാം. അതിന് ധൈര്യം ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അല്ലാതെ ഇടയിൽ കൂടെ പോയിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണാക്കുണ പറഞ്ഞിട്ട് കാര്യമില്ല. ദ വേഴ്സ്റ്റ് തിങ്, ചീറ്റിംഗ് ഈസ് ദ വേഴ്സ്റ്റ് തിങ്. അത് ഏത് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാലും, ഫ്രണ്ട്ഷിപ്പിലായി കഴിഞ്ഞാലും, എന്തിലായി കഴിഞ്ഞാലും ചതി, അത് പാടില്ല, അത് ശരിയല്ല. അപ്പോൾ അവിഹിതത്തെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭർത്താവ് സ്നേഹം തന്നില്ല എന്ന് പറയുന്നത് ഊമ്പിയ പരിപാടി. അങ്ങനെ തന്നെ പറയും, ഊമ്പിയ പരിപാടി. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്.